Good morning, my dear children. How are you? Say loudly. How are you? I am fine, thank you. Say it. Very good. Okay. Do you know who I am? Do you know? Do you know which subject I am taking for you? No? Okay, let me tell you. I am Asida. I am your new maths teacher. Hope all are fine at your home. Okay, well, today onwards we are starting our lessons. Okay, we are all of you take your textbook and one note and one pen. Sit properly, okay? Listen to me. Those who have textbook, take your text. Page number 77. This is our first lesson, numbers up to 20. I think all of you know that 1 to 10. Yes? All of you know? Yes, very good. Okay, we can start 11 to 20. Okay. Revise 1 to 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. All of you stand up and say it. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Now we can start abacus. Do you know what is an abacus? No? Okay. Abacus is used for counting numbers. Abacus used for counting numbers. നമ്മുടെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് അബാക്കസ്. മാത്തമെറ്റിക്കലി നമ്മൾ അബാക്കസ് യൂസ് ചെയ്താണ് നമ്പേഴ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ മാത്തമെറ്റിക്കലി നമ്മുടെ രീതിയിൽ നമുക്ക് അബാക്കസ് യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നമ്പേഴ്സ് ഓൺ ആൻ അബാക്കസ്. ഹിയർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 stick on one bundle. How many bundles are here? One bundle. How many sticks are there? 10. Okay. Here you can see 1, 2, 3, 4. 4 sticks standing freely. That means they are standing freely. ഇവരെല്ലാം ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. We can write this on stick, 10 sticks standing on one bundle. We can write 1 here. One bundle, so I wrote it 10's place 1. Then 1, 2, 3, 4. 4 stick 4. Here we can write 4. This we can form 1 lines together to form number 14. We get 14. Okay, listen here. 1, 4. The number name we can write 14. F-O-U-R-T-E-E-N 14. All of you understood? Yes, very good. കുട്ടികളെ നിങ്ങൾ എല്ലാവരും എൻ്റെ കയ്യിലോട്ട് നോക്കി എന്തായിരിക്കുന്നേ? സ്റ്റിക്ക്. ഓക്കെ, എത്ര സ്റ്റിക്ക് ഉണ്ട് നമുക്ക് നോക്കാം. ഇതിന് എന്നിട്ട് നമുക്ക് 10 സ്റ്റിക്കിന് നമുക്ക് ഒരു ബണ്ടിലേക്ക് വയ്ക്കാം. എല്ലാം റെഡിയാണോ? 1, 2, 3, 4, 5, 6, 7, 8, 9,
ഞാൻ ഒരു ബണ്ടിലാക്കി ഒരുമിച്ച് വെക്കുകയാണ്. എല്ലാം ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകും. നമുക്കൊന്ന് ഒരു ബണ്ടിലാക്കി സെപ്പറേറ്റ് ചെയ്യാം. ഇത് ഒരു ബണ്ടിലാണ്. ഓക്കെ, ദെൻ എൻ്റെ കയ്യിൽ 4 ഉണ്ട്. പേര് 1 2 3 4. ഈ 4 സ്റ്റിക്കും ഇതാണ് സെപ്പറേറ്റ് ആയിരിക്കുവാണ്. ദിസ് ഈസ് വൺസ്. യു ഗോട്ട് ഇറ്റ്? 1 2 3 4. ഈ 4 ആയതുകൊണ്ട് നമുക്ക് ബണ്ടിലാക്കാൻ കഴിയില്ല. 10 ഉള്ളതിന് മാത്രമേ നമുക്ക് 1 ബണ്ടിലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് 10s 1 10. ദിസ് ഈസ് 1 10. ഈ 10 സ്റ്റിക്കും കൂടെ ഒരുമിച്ചായി ഒരു ബണ്ടിലാകുമ്പോൾ 1 സ്റ്റിക്ക് ഫോം ചെയ്യും. അതുപോലെ ones എത്രയുണ്ട്? 1 2 3 4. We can write here ones place 4. ഇത് എത്രയാ? 1. Very good. 1. We get 14. Understood? Very good. 14. F O U R T E E N. കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്? കുറച്ചൊക്കെ മനസ്സിലായി കാണും അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും കളിക്കുന്ന കുട്ടികളല്ലേ? ഇല്ലേ? ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഫുട്ബോൾ കളിക്കാറുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോളൊക്കെ ഇട്ട് നിങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട് വീട്ടിൽ ഇല്ലേ? ബോൾ വെച്ച് നമുക്ക് ഇത് ഞാൻ പറഞ്ഞു തരാം. 1 2 3 4 5 6 7 8 9 10. ഈ 10 ബോളുകൾ ചേരുമ്പോഴാണ് നമുക്ക് ഒരു ടെൻസ് ഉണ്ടാവുന്നത്. ഇത് എല്ലാം ഒരു ഗ്രൂപ്പാണ്. ഇത് ചേർന്ന് 10 ചേർന്ന് നമുക്ക് എന്ത് പറയാം? 1 ടെൻസ് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് 1 2. നിങ്ങൾ നോക്കിയേ, ഈ 2 ബോളും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയല്ലേ? ഇല്ലേ? 1 2 ഒൺസ് ആണ്. ഇതിനാണ് നമ്മൾ ഒൺസ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര ബോളാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? നമുക്ക് എണ്ണാം. എല്ലാവരും എന്റെ കൂടെ പറയൂ. 1 2. അപ്പൊ നമുക്ക് ഒൺസും ടെൻസും നമുക്ക് എഴുതാം. ഓക്കെ, എത്ര ഒൺസ് ഉണ്ട് പറയൂ? 1 2. So we can write here 2. Then എത്ര ടെൻസ് ഉണ്ട്? 1 ടെൻസ്. അതെങ്ങനെ വന്നു മനസ്സിലായോ? 10 ബോളുകൾ ചേരുമ്പോൾ ഒരു 1 ഒൺസ് കിട്ടും. അപ്പോ 1. We can write here 1. നമുക്ക് കിട്ടി. നമുക്ക് ഫോം ചെയ്തല്ലോ നമ്പേഴ്സ്. 1 2 12. T W E L B E 12. We can write 12 birds. Okay, understood? കുട്ടികളെ, ഇനി നമുക്ക് അബാക്കസിലെ നമ്പർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള 1 to 20 അകത്തുള്ള ഒരു നമ്പർ പറയൂ. 12. We can take 12. 12. Draw a straight line. Then give some space. Then draw ones, tens. Here we can write ones. Here we can write tens. This is 2-digit number. 1 digit, 2 digit. So 1 digit number in ones place. Here it is 2. So we can write here 2
Okay. Understood? The number name 12. T W E L V E 12. ഇവിടെ നോക്കിയേ എല്ലാവരും 12. നമ്പർ 12 അല്ലേ ഇതിന് 2 ഡിജിറ്റ് നമ്പർ ആണ്. നിങ്ങൾക്കറിയാം 2 ഡിജിറ്റ് നമ്പർ 1 2. ഇപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ആയി. 2 ഡിജിറ്റ് നമ്പർ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? വൺസ് ടെൻസ്. വൺസ് പ്ലേസ് നമുക്ക് 2 ആണുള്ളത്. അപ്പോൾ 2 ബീറ്റ്സ് ആണ് നമ്മൾ ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ വൺസിന്റെ അവിടെ നമ്മൾ 2 ബീറ്റ്സ് നമ്മൾക്ക് വരയ്ക്കാം. then നമുക്ക് ടെൻസ് പ്ലേസ് എടുക്കാം. ഇത് 10 ഇല്ലേ 10. അപ്പോൾ ഒരു ബീറ്റ്സ് ആണ് ഉള്ളത്. ഒരു ബീറ്റ് നമുക്ക് ഇവിടെ വരയ്ക്കാം. then 1 എത്ര how many beats are here? 1. One's place how many beats are here? 2. Thus we get 12. We can write the name 12. Then in expanded form told we get this is tens, so we can write 10 plus ones 2. We can write it in words. നമുക്ക് words ൽ നിന്ന് എഴുതാം. 1 10 plus 2 ones. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ എഴുതുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? expanded form of told we get 10 plus 2. 1 10 plus 2 ones. Okay students, today I am winding up in this class. I think all of you understood what is an abacus, the number names, expanded form, place value chart. Okay, I already given that the activities based on this topic in your, you can refer to your text and do it in your home. Okay, thank you. See you next class.